നമസ്കാരം. തടവറകളിൽ ചോരവാർന്ന നീതിയും ബുള്ളറ്റ് ടാക്സും, ഖമനേയി ഭരണത്തിൻ്റെ കിരാതമുഖം, ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും ഭരണകൂട ഭീകരതയുടെയും കഥകളാണ് ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ നിന്നും പുറത്തുവരുന്നത്. അയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ അടിച്ചമർത്തലുകൾ കേവലം ഒരു രാഷ്ട്രീയമായിരുന്നില്ല, മറിച്ച് മനുഷ്യത്വത്തിന് മേൽ മതമൗലികവാദം നടത്തിയ കടന്നുകയറ്റമായിരുന്നു. സ്വന്തം ജനതയെ വെടിവെച്ച് കൊന്നതിനു ശേഷം ആ മൃതദേഹം തിരികെ ലഭിക്കാൻ പോലും പണം ആവശ്യപ്പെടുന്ന ക്രൂരമായ രീതി ഇറാനിൽ നിലനിൽക്കുന്നു. ബുള്ളറ്റ് ടാക്സ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിളിക്കുന്ന ഈ തുക ഏകദേശം 3 ലക്ഷം മുതൽ 7 ലക്ഷം രൂപ വരെയാണ്. വെടിയുണ്ടയുടെ പണം നൽകിയാൽ മാത്രമേ പ്രിയപ്പെട്ടവരുടെ മൃതദേഹം അവസാനമായി കാണാൻ പോലും കുടുംബാംഗങ്ങൾക്ക് അനുവാദമുള്ളൂ. കൂടാതെ മരിച്ചവർ സർക്കാർ വിരുദ്ധരല്ലെന്ന് ഒപ്പിട്ട് നൽകാനും അവർ നിർബന്ധിതരാകുന്നു. ഇറാനിലെ ജയിലുകൾ, പ്രത്യേകിച്ച് എവിൻ ജയിൽ, നരകതുല്യമായ പീഡനങ്ങളുടെ കേന്ദ്രമാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കന്യകമാരായ പെൺകുട്ടികളെ ശിക്ഷ നടപ്പാക്കുന്നതിന് തലേ ദിവസം ജയിൽ കാവൽക്കാർ നിർബന്ധിതമായി വിവാഹം കഴിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്നു. കന്യകമാർ സ്വർഗത്തിൽ പോകുമെന്ന വിശ്വാസത്തെ തടയാനാണിതെന്ന വിചിത്രമായ വാദമാണ് ഇതിന് പിന്നിൽ. ലിംഗഭേദമന്യേ തടവുകാരുടെ ജനനേന്ദ്രിയങ്ങളിൽ പൈപ്പുകളും ഹോസുകളും കുത്തിക്കയറ്റുകയും നഖങ്ങൾക്കിടയിൽ സൂചി കയറ്റുകയും ചെയ്യുന്നത് അവിടെ സാധാരണമാണ്. 2022 വിമൻ ലൈഫ് ഫ്രീഡം പ്രക്ഷോഭകാലത്ത് ആയിരക്കണക്കിന് സ്ത്രീകളാണ് ഇത്തരം ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയായത്. 1988 ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും പ്രവർത്തകരെയും ഇല്ലാതാക്കിയതിന് കേവലം 2 ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? നീ പാർട്ടി ഉപേക്ഷിക്കുമോ? ഇല്ല എന്ന് മറുപടി നൽകിയവരെയെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ വെടിവെച്ചു കൊന്നു. ഖമേനി കാലഘട്ടത്തിൽ ഈ രാഷ്ട്രീയ ശുദ്ധീകരണം 10,000-കണക്കിന് മനുഷ്യരുടെ ജീവനെടുത്തു. അന്താരാഷ്ട്ര നിയമങ്ങളെ പരസ്യമായി ലംഘിച്ചുകൊണ്ട് ഇറാൻ കുട്ടികൾക്കും വധശിക്ഷ നൽകുന്നു. 9 വയസ്സുള്ള പെൺകുട്ടിക്കും 15 വയസ്സുള്ള ആൺകുട്ടിക്കും ക്രിമിനൽ നടപടികൾ ബാധകമാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുട്ടികളെ 18 വയസ്സ് തികയുന്ന ദിവസം വരെ ജയിലിൽ കാത്തിരുത്തി അന്ന് തന്നെ തൂക്കിലേറ്റുന്ന രീതി ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. സാംസ്കാരിക സമ്പന്നമായിരുന്ന ഇറാനെ ഒരു മതമൗലികവാദ രാജ്യമാക്കി മാറ്റിയ ഖമേനിയുടെ പൈതൃകം ചോരയിൽ കുതിർന്നതാണ്. സ്വന്തം ജനതയുടെ മൃതദേഹം വിൽക്കുന്നതും സ്ത്രീകളെയും കുട്ടികളെയും ക്രൂരമായി വേട്ടയാടുന്നതും മനുഷ്യത്വത്തിനെതിരെയായ കുറ്റകൃത്യം എന്ന ഗണത്തിലാണ് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.